വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലെത്തിക്കും. മന്ത്രി ബിന്ദു കൃഷ്ണയും കൊടിക്കുന്നിൽ സുരേഷ് എം.പിയും ഇന്നലെ ഇവരുടെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. തീർച്ചയായും വളരെ ദൗർഭാഗ്യകരമായ, തികച്ചും വേദനാജനകമായ ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം അറിഞ്ഞത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് വിയറ്റ്നാമിലേക്ക് യാത്രയായതായിരുന്നു. ആ സംഘത്തിലുണ്ടായിരുന്ന 15 പേരിൽ 2 മലയാളികൾ, അവർ കൊട്ടാരക്കര സ്വദേശികളാണ്. എം.പി അപ്പോൾ തന്നെ എംബസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ദുഃഖത്തോടുകൂടി മാത്രമേ നമുക്ക് ഈ വീട്ടിൽ വരാൻ കഴിയുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അമ്മയും അവരുടെ 2 മക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഇവിടെയുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുന്ന 32 പേരും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. ഇവർ മൊബൈൽ കമ്പനിയാണ് ഇവരെ ഈ ടൂർ പാക്കേജിൽ ഇവർ പോയത്. ഇവർക്ക് ആ മൊബൈൽ കമ്പനിയായിട്ട് ഏജൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 34 അവർ എല്ലാ വർഷവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്ന് 3 സംസ്ഥാനങ്ങളിലെ അവരുടെ ഈ മൊബൈൽ കമ്പനിയുടെ ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ ജോമോനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലൊവേനിയും ഈ ടൂറിസ്റ്റുകളുടെ കൂട്ടത്തിൽ പെട്ടത്. പോസ്റ്റ്മോർട്ടം, എംബാമിങ്, അതുപോലെ തന്നെ അവരുടെ നിയറസ്റ്റ് എയർപോർട്ടിലേക്ക് ബോഡികൾ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, എത്ര മണിയോടെ ആയിരിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുക? ഇത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീ, വളരെ ദുഃഖകരമായ വാർത്തയാണ്. വിയറ്റ്നാമിലെ ബോട്ട് ദുരന്തത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതായിട്ടാണ് നമുക്ക് അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. വിവരം അറിയിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് എം.പി ആണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ദമ്പതികളുടെ വീട്ടിലെത്തുകയും ചെയ്തിരുന്നു. കൊല്ലം കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ് 57 വയസ്സാണ്, ലോവേനി തോമസ് 56 എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ എത്ര വേഗം തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായിട്ടാണ് ഇന്ത്യൻ എംബസി ബന്ധുക്കളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ സ്ഥാപനം നടത്തി വരികയായിരുന്നു ഈ ദമ്പതികൾ. മൊബൈൽ കമ്പനി സംഘടിപ്പിച്ച ഒരു ടൂർ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാക്കേജിൽ 32 അംഗ സംഘത്തോടൊപ്പമാണ് ഇവർ വിയറ്റ്നാമിലേക്ക് യാത്ര പോയത്. അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. അപകടത്തിൽ ഇതുവരെ 15 പേരാണ് മരിച്ചത്. 17 വിനോദസഞ്ചാരികളെയും 4 ബോട്ട് ജീവനക്കാരെയും ഉൾപ്പെടെയുള്ള 21 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ചികിത്സയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് എം.പി അറിയിച്ചത്. വെന്റിലേറ്ററിലാണ് അവർ ഇപ്പോൾ ഉള്ളതെന്ന് എം.പി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. സംഭവം അറിഞ്ഞതോടെ തന്നെ നിരവധി പേരാണ് കൊട്ടാരക്കരയിലെ വസതിയിലേക്ക്, ഈ ദമ്പതികളുടെ വസതിയിലേക്കും എത്തുന്നത്. കുടുംബാംഗങ്ങളെ കാണാൻ എത്തുന്നത് പ്രമുഖരടക്കം എത്തിയിരുന്നു. അതുപോലെ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ എത്തുകയും അനുശോചനം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വൈകുന്നേരത്തോടുകൂടി മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അനുശ്രീ. ശരി, വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എസ് വിനീഷാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.